നമസ്കാരം. പരമ്പരാഗത ശൈലികൾ വിട്ട് വാർത്താ ചാനലുകൾ കൂടുതൽ വിനോദ രസക്കൂട്ടുകളിലേക്ക് മാറിയതോടെ ബാർക്ക് റേറ്റിംഗിലും കുതിപ്പും കിതപ്പും തുടരുകയാണ്. അതായത് മത്സരം മുറുകുകയാണ്. റിപ്പോർട്ടർ TV ഏഷ്യാനെറ്റിനെ മറികടന്ന് 2ാം സ്ഥാനത്ത് എത്തിയതാണ് പുതിയ റേറ്റിംഗ് വാർത്ത. അതേസമയം റിപ്പോർട്ടർ 1ാം സ്ഥാനത്തുള്ള 24 ന്യൂസിനെ മറിച്ചിടുമോ എന്നതാണ് പുതിയ ആകാംക്ഷ. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ ഏഷ്യാനെറ്റിനെ മറികടന്ന് 24 ന്യൂസ് ഒന്നാമതെത്തിയപ്പോൾ അധികം വൈകാതെ തന്നെ ഏഷ്യാനെറ്റിനെ 3ാമതാക്കി റിപ്പോർട്ടർ മുന്നേറ്റം നടത്തുമെന്ന വിലയിരുത്തൽ വന്നിരുന്നു. ഈ ആഴ്ച അത് സംഭവിച്ചു. അടുത്ത ആഴ്ചയോ അതിൻ്റെ പിന്നത്തെ ആഴ്ചയോ 24 ന്യൂസിനെ പിന്നിലാക്കി റിപ്പോർട്ടർ ഒന്നാമതെത്താനും സാധ്യതയുണ്ട്. 157.3 പോയിന്റോടെയാണ് 24 ന്യൂസ് ഒന്നാമതെത്തിയിരിക്കുന്നത്. 147.1 പോയിന്റോടെയാണ് റിപ്പോർട്ടർ TV രണ്ടാമതും. ഏഷ്യാനെറ്റ് ന്യൂസ് 147.6 പോയിന്റോടെ മൂന്നാമതുമാണ്. 72.8 പോയിന്റോടെ മനോരമ ന്യൂസ് നാലാമതും 65 പോയിന്റോടെ മാതൃഭൂമി ന്യൂസ് അഞ്ചാമതുമാണ്. 25 പോയിന്റുകൾ നേടി കൈരളി ആറാമതും 24.8 പോയിന്റോടെ തൊട്ടുപിറകിൽ ന്യൂസ് 18 23.2 പോയിന്റോടെ ജനം എട്ടാമതും 16.5 പോയിന്റോടെ മീഡിയ 1 ഒൻപതാമതുമാണ്. കഴിഞ്ഞ 2 ആഴ്ച മുൻപ് വരെ ഏഷ്യാനെറ്റ് ആയിരുന്നു 1ാം സ്ഥാനത്തുണ്ടായിരുന്നത്. വാർത്താ അവതരണ രീതിയിൽ വലിയ പൊളിച്ചെഴുത്ത് നടത്തിയതോടെയാണ് 24 ന്യൂസ് ഒന്നാമതേക്ക് കുതിച്ചത്. മലയാളത്തിലെ ആദ്യ വാർത്താ ചാനലായ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പരമ്പരാഗത ക്ലാസിക് രീതിയിൽ നിന്നുള്ള സമൂല മാറ്റത്തിന് തിരികൊളുത്തിയതാണ് 24 ന്യൂസിനും റിപ്പോർട്ടറിനും തുണയായത്. മനോരമ ന്യൂസും മാതൃഭൂമി ന്യൂസും ഏഷ്യാനെറ്റ് സൃഷ്ടിച്ച ചട്ടക്കൂടിൽ നിന്ന് പുറത്തു കടക്കാൻ കാര്യമായ ശ്രമം നടത്തിയിരുന്നില്ല. എന്നാൽ 24 ന്യൂസ് വന്നതോടെ മികച്ച എന്റർടൈനറായ ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ പുതിയ അവതരണ രീതികൾ പരീക്ഷിച്ചു. ശ്രീകണ്ഠൻ നായരുടെ മികവും പ്രാഗൽഭ്യവും അതിന് വഴി തുറന്നുവെന്ന് വിലയിരുത്തേണ്ടി വരും. രണ്ടാമതായി ശ്രീകണ്ഠൻ നായരുടെ ശിഷ്യനായ ഡോക്ടർ അരുൺകുമാറാണ് വ്യത്യസ്ത അവതരണ രീതികളുടെ പരീക്ഷണത്തിന് നേതൃത്വം കൊടുത്തത്. ചെയ്യുന്ന കാര്യം ഹിറ്റാക്കണം എന്നതിന് അപ്പുറത്തേക്ക് കൃത്യമായ നിലപാട് ഡോക്ടർ അരുൺകുമാറിന് ഇല്ലെങ്കിലും പരിപാടികൾ ഹിറ്റാക്കുന്നതിൽ അരുൺകുമാർ വിജയം കണ്ടു. ശ്രീകണ്ഠൻ നായരും അരുൺകുമാറും ഒന്നിച്ചു ചേർന്നപ്പോഴാണ് 24 ന്യൂസിന് വലിയ കുതിപ്പുണ്ടായത്. 24 ന്യൂസിന്റെ വാർത്താ സംസ്കാരം പിന്തുടർന്ന മറ്റൊരു ചാനലായ റിപ്പോർട്ടർ മാറിയപ്പോൾ സ്വാഭാവികമായി അത്തരം വാർത്താ അവതരണത്തിന് സാധ്യത കൂടി. മത്സരബുദ്ധി 24 ന്യൂസിനും റിപ്പോർട്ടറിനും ഒരുപോലെ ഗുണം ചെയ്തുവെന്നാണ് റേറ്റിംഗ് സൂചിപ്പിക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടറിലേക്ക് മാറിയതോടെ 24 ന്യൂസും റിപ്പോർട്ടറും തമ്മിലുള്ള മത്സരം മുറുകുകയും ഏഷ്യാനെറ്റ് പിന്നോട്ട് പോവുകയും ചെയ്തു. ഏഷ്യാനെറ്റിന്റെ 3ാം സ്ഥാനം സ്ഥായിയാണോ എന്നത് ഇപ്പോൾ പറയാനാവില്ല. ഇപ്പോഴും പരസ്യക്കാർ പരിഗണിക്കുന്ന വിഭാഗത്തിൽ ഏഷ്യാനെറ്റ് തന്നെയാണ് 1ാം നമ്പർ. ചുരുക്കത്തിൽ ഏഷ്യാനെറ്റിന്റെ പരസ്യത്തെയോ വരുമാനത്തെയോ ഇതുവരെ ബാധിച്ചിട്ടില്ല. എന്നാൽ തുടർച്ചയായി ഏഷ്യാനെറ്റ് പിന്നിൽ പോയാൽ ക്ഷീണമാകുമെന്ന് ഉറപ്പാണ്. 24ന്റെയും റിപ്പോർട്ടറിന്റെയും വളർച്ച തടസ്സമില്ലാതെ തുടരുമോ എന്നും വ്യക്തമല്ല. വൈകാരികതയിൽ ഊന്നിയുള്ള വാർത്താ അവതരണ രീതിയിലൂടെയാണ് ഇരു ചാനലുകളും മുൻപന്തിയിലെത്തിയത്. ശിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽപ്പെട്ട കോഴിക്കോട് സ്വദേശിയായ അർജുൻ എന്ന യുവാവിനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ദൗത്യം, വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം അതിവൈകാരിക ശൈലിയുടെ പേരിൽ വിമർശനങ്ങളും വന്നിരുന്നു. എന്നിരുന്നാലും റേറ്റിംഗിൽ അത് ഗുണകരമായതായി കരുതേണ്ടി വരും. 24 ന്യൂസിന്റെയോ റിപ്പോർട്ടറിന്റെയോ മികവ് കൊണ്ടോ രാഷ്ട്രീയ നിലപാട് കൊണ്ടോ അല്ല, മറിച്ച് വാർത്താ അവതരണത്തെ എന്റർടൈൻമെന്റാക്കി എന്നതാണ് കുതിപ്പിന് കാരണം. അന്ത്യചർച്ചയുടെ കാര്യത്തിൽ ഏഷ്യാനെറ്റിലെ വിനോ വി ജോണിന്റെ പ്രൈം ടൈം അവതരണത്തിന്റെ 7 അയലത്ത് എത്താൻ 24 ന്യൂസിനോ റിപ്പോർട്ടറിനോ കഴിഞ്ഞിട്ടില്ല. അതേസമയം 24 ന്യൂസ് കുത്തകയാക്കി വെച്ച മോർണിംഗ് ഷോയ്ക്ക് ബദലായി അരുൺകുമാറിന്റെ മോർണിംഗ് ഷോ കൂടി വന്നതോടെ ഒരു പങ്കു പ്രേക്ഷകർ അങ്ങോട്ടേക്ക് മാറി. ശ്രീകണ്ഠൻ നായരെ അപേക്ഷിച്ച് 24 മണിക്കൂറും വാർത്തയിൽ ശ്രദ്ധിക്കാം എന്നതാണ് അരുൺകുമാറിന്റെ ആനുകൂല്യം. ഉണ്ണി ബാലകൃഷ്ണൻ, സ്മൃതി പരുത്തിക്കാട്, സുജയ പാർവതി എന്നിവരുടെ നേതൃത്വത്തിലുള്ള മികച്ച ടീമും കൂടിയുള്ള റിപ്പോർട്ട് കൂടുതൽ കുതിപ്പ് നടത്തിയാലും അത്ഭുതപ്പെടാനില്ല. എന്തായാലും കാൽച്ചൂട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് തിരിച്ചറിഞ്ഞ് ഏഷ്യാനെറ്റ് ന്യൂസും യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ടലിന്റെ CCTV ദൃശ്യങ്ങൾ എക്സ്ക്ലൂസീവായി പുറത്തുവിട്ട് അതിനൊരു തുടക്കമിട്ടു. പൊളിറ്റിക്കൽ റേറ്റിംഗിലും ഏഷ്യാനെറ്റ് തന്നെയാണ് മുന്നിൽ. എന്തായാലും കാറ്റ് മാറി വീശുന്നത് അറിഞ്ഞ് ഏഷ്യാനെറ്റ് ശൈലി പൊളിച്ചെഴുതിയില്ലെങ്കിൽ 1ാം റാങ്ക് ഇനി കിട്ടാക്കനിയായേക്കും. 24 ന്യൂസിനെ മറികടന്ന് റിപ്പോർട്ടർ 1ാം സ്ഥാനത്തും എത്തിയേക്കും.